Hi everyone, welcome back to English Ladder. IELTS സീരീസിലെ മറ്റൊരു വീഡിയോയുമായിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങൾക്കൊപ്പം വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് തോന്നാം ഇന്ന് ഏത് IELTS സബ്ജക്റ്റ് അല്ലെങ്കിൽ ഇന്ന് ഏത് ടോപ്പിക് ആണെന്നല്ലേ. ഇന്ന് അത്യാവശ്യമായിട്ട് IELTS പ്രിപ്പയർ ചെയ്യുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ അറിഞ്ഞിരിക്കേണ്ട കുറേയേറെ കാര്യങ്ങളുണ്ട്. നിങ്ങളുടെ ട്രെയിനറോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ആരും പറഞ്ഞു തരാത്ത കുറേയേറെ ഐഡിയാസ് അതുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. സോ മൈ ടോപ്പിക് ഈസ് ഓൾ യു നീഡ് ടു നോ അബൌട്ട് IELTS. സോ നിങ്ങൾക്കെല്ലാം അറിയുന്നത് പോലെ IELTS ഒരു ഇൻ്റർനാഷണൽ ഇംഗ്ലീഷ് ലാംഗ്വേജ് ടെസ്റ്റ് ആണല്ലേ. സോ ഇവിടെ നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ വരാം, ഏത് ആക്സെൻറ്റ് അല്ലെങ്കിൽ അമേരിക്കൻ ഇംഗ്ലീഷ് ആണോ ബ്രിട്ടീഷ് ഇംഗ്ലീഷ് ആണോ നമ്മൾ ഫോളോ ചെയ്യുന്നത്, ഏതായിരിക്കും? സോ നിങ്ങൾ ലിസ്ണിംഗ് ഓൾറെഡി ഒരെണ്ണം എടുത്തിട്ടുള്ള ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഡൗട്ട് ഉണ്ടാവാൻ ഒരു ചാൻസ് ഒക്കെ ഉണ്ട്. കാരണം നിങ്ങൾ പല രീതിയിലുള്ള ആക്സെൻ്റാണ് ഇതിനകത്ത് കേൾക്കുന്നത്. ബിക്കോസ് ഈ ഇൻ്റർനാഷണൽ ലാംഗ്വേജ് ആയതുകൊണ്ട് തന്നെ, ഇംഗ്ലീഷ് ടെസ്റ്റ് ആയതുകൊണ്ട് തന്നെ ഇതിലെ ആക്സെൻറ്റും പലതാണ്, ഒരു മിക്സ് ആണെന്ന് പറയാം. നിങ്ങൾ ഒരുപാട് കേൾക്കുന്ന ഈ ടോക്സ് എല്ലാം തന്നെ പല ആക്സെൻറ്റിലുള്ളതാകാം. അപ്പോൾ നിങ്ങൾക്കൊരു ഡൗട്ട് വരും അല്ലേ, റൈറ്റിങ്ങിൽ ഞാൻ ഏത് ഇംഗ്ലീഷാണ് ഫോളോ ചെയ്യേണ്ടത്, ബ്രിട്ടീഷ് ഇംഗ്ലീഷ് ആണോ അമേരിക്കൻ ഇംഗ്ലീഷ് ആണോ, ഏതായിരിക്കും? നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും എഴുതാം, ബട്ട് നിങ്ങൾ സ്റ്റിക്ക് ചെയ്യുന്നത് ഒരേ ഒരു പാറ്റേണിലേക്ക് മാത്രമായിരിക്കണം. മൈ സെക്കൻഡ് ടിപ്പ് എന്ന് പറയുന്നത് ടൈം ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഇൻ ടേംസ് ഓഫ് IELTS. ഞാനിങ്ങനെ പറയാനൊരു റീസൺ ഉണ്ട്. നിങ്ങളിപ്പോൾ എക്സാമിന് കുറച്ചൊന്ന് ലേറ്റ് ആയിട്ടാണ് ചെല്ലുന്നതെന്ന് വെച്ചോ, നിങ്ങൾക്ക് എക്സാം എഴുതാൻ പറ്റുമായിരിക്കുമോ? പറ്റത്തില്ല. ബിക്കോസ് ടൈം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾക്ക് എപ്പോഴും തന്നെ ചെയ്യേണ്ട ഒരു കാര്യം, നിങ്ങളുടെ ഇമെയിൽ, നിങ്ങളിപ്പം ടെസ്റ്റിന് പ്രിപ്പയർ ചെയ്യുന്ന ഒരാളാണ്, നിങ്ങൾ ടെസ്റ്റിന് വേണ്ടി അപ്ലൈ ചെയ്തിട്ടിരിക്കുകയാണെങ്കിൽ മെയിൽ എപ്പോഴും ചെക്ക് ചെയ്തുകൊണ്ടിരിക്കണം കേട്ടോ. ബിക്കോസ് ഒരു 3 days മുന്നേ നിങ്ങൾക്ക് IELTSൻ്റെ ടൈം എപ്പോഴായിരിക്കും ടെസ്റ്റ് എന്നതിൻ്റെ ടൈം നിങ്ങൾക്ക് കിട്ടും. സോ അതനുസരിച്ച് നിങ്ങൾ പ്ലാൻ ചെയ്യണം. ഒരിക്കലും ലേറ്റ് ആയിട്ട് IELTS ടെസ്റ്റിന് പോകാൻ പാടില്ല. ബിക്കോസ് നിങ്ങൾ അവിടെ എക്സാം അപ്പിയർ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് സാധിച്ചെന്ന് വരില്ല. സോ അതായിരുന്നു എൻ്റെ സെക്കൻഡ് ടിപ്പ്, ടൈമിന് തന്നെ എത്തുക എന്നുള്ളത്. സോ ടൈം മറ്റൊരു കാര്യയുടെ ടൈമായിട്ട് റിലേറ്റ് ചെയ്ത് പറയാം. തേർഡ് പോയിന്റ് എന്താണെന്നറിയാമോ? നിങ്ങൾക്ക് വാച്ച് IELTS എക്സാമിന് ഹോളിൽ കയറ്റാൻ പറ്റുമായിരിക്കുമോ? വാച്ചിങ് ഇല്ലാതെ എങ്ങനെ സമയം നോക്കും? ഇപ്പം നിങ്ങൾക്കറിയാം 3 ടെസ്റ്റിനല്ലേ, ലിസ്ണിംഗ്, റൈറ്റിംഗ്, റീഡിങ്, ഇതിന് ടൈം ഇല്ലാതെ നമുക്കൊന്നും അറിയാൻ പറ്റത്തില്ല. സോ വാച്ച് ഇല്ലാതെ എങ്ങനെ എക്സാം എഴുതാനാണല്ലേ. ബട്ട് IELTS എക്സാമിൽ വാച്ച് അലൗഡ് അല്ല. സോ എങ്ങനെ ടൈം അറിയും? അവിടെ ഒരു വാൾ ക്ലോക്ക് നിങ്ങൾക്ക് ഉണ്ടായിരിക്കുന്നതായിരിക്കും ടെസ്റ്റ് സെൻറ്ററിൻ്റെ ഉള്ളിൽ. സോ നിങ്ങൾ ആദ്യമേ എക്സാം ചെയ്യാനിരിക്കുമ്പോൾ തന്നെ, എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഇതെവിടെയാണ് ഈ ക്ലോക്ക് എന്നത് മനസ്സിലാക്കി വെക്കുന്നത് നല്ലതാണ്. കാരണം റൈറ്റിംഗ് ഒക്കെ വരാൻ നേരത്ത് നിങ്ങൾക്കറിയാം 40-20 minutes, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ അതുകൊണ്ട് തന്നെ ടൈം നോക്കി വേണം, ഈ ഒരു ക്ലോക്ക് നോക്കി വേണം നിങ്ങൾ എക്സാം ഹോളിൽ ഇരിക്കാൻ വേണ്ടിയിട്ട്. ഇനി ഫോർത്ത് ടിപ്പ് എന്ന് പറയുന്നത്, ഈ IELTSൻ്റെ വാലിഡിറ്റി എത്ര നാളാണ്? എൻ്റെ സ്റ്റുഡൻസ് ഒക്കെ എന്നോട് പലപ്പോഴും ചോദിക്കാറുണ്ട്. ഞാൻ ഈ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ അവരെന്നോട് ചോദിക്കും 1 year ആണോ? നോ. 5 years ഉണ്ടോ? നോ. 2 years ആണ് ഇതിൻ്റെ വാലിഡിറ്റി. അപ്പോൾ എന്ന് തൊട്ടായിരിക്കും ഇതിൻ്റെ വാലിഡിറ്റി? അതായത് നമ്മൾ ഇതിൻ്റെ റിസൾട്ടിന് പറയുന്ന പേര് ടെസ്റ്റ് റിസൾട്ട് ഫോം എന്നാണ്. ആ ഫോം നമ്മൾ റിസീവ് ചെയ്യുന്ന ഡേ തൊട്ട് 2 years ആയിരിക്കും ഇതിൻ്റെ വാലിഡിറ്റി. സോ ഇനി അടുത്തൊരു ടിപ്പ് കൂടെ അതിൻ്റെ ഒപ്പം തന്നെ പറയാം. എത്ര പ്രാവശ്യം എനിക്ക് ഈ എക്സാം എഴുതാൻ പറ്റും? ഹൗ മെനി ടൈംസ്? ഒരു ഇയറിൽ നോക്കുവാണെങ്കിൽ 2 times ആണോ, അല്ലെങ്കിൽ 3 times ആണോ? ഈവൻ ഇറ്റ് കംസ് ടു മന്ത് ഒരു 1 time 2 time ഒക്കെ ആണോ? നോ. എത്ര ടൈം വേണമെങ്കിലും നിങ്ങൾക്ക് എക്സാമിന് അപ്പിയർ ചെയ്യാൻ പറ്റും. ബട്ട് ഓരോ ടൈമും നമ്മൾ ഇത്രയും ഫീസ് അടച്ചിട്ടാണ് ചെയ്യുന്നത്. സോ ഒന്നും കിട്ടിയില്ലെങ്കിൽ ഉടനെ അങ്ങ് ചാടിക്കറി അടുത്ത എക്സാം എഴുതാതെ ഇച്ചിരി ഒരു ഗ്യാപ്പ് എടുത്തോ, ഒന്നുകൂടെ പ്രിപ്പയർ ചെയ്തിട്ട് എഴുതുന്നതായിരിക്കും കേട്ടോ നല്ലത്. ഇനി അടുത്ത ടിപ്പ് ഇതുമായിട്ട് തന്നെ റിലേറ്റ് ചെയ്ത് പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഈ ഇപ്പോൾ നമ്മൾ ഓൾറെഡി ഒരു 3 ടെസ്റ്റ് എടുത്ത ഒരാളാണെന്ന് വെച്ചോ. ഫസ്റ്റ് ടെസ്റ്റ് എടുത്തു, നമുക്ക് വേണ്ട ഒരു സ്കോർ 666-7 ആണെന്ന് വെച്ചു. ലിസ്ണിങ്ങിന് മാത്രം 7, ബാക്കിയുള്ള പേപ്പറിന് 6 ആണ് വേണ്ടതെന്ന് വെച്ചോ. ബട്ട് ഫസ്റ്റ് ടൈം എഴുതിയപ്പോൾ നമുക്കൊരു 555-6 ആയി. സെക്കൻഡ് ടൈം എഴുതിയപ്പോൾ നമുക്കൊരു 666-7 ഉണ്ട്. ബട്ട് എന്നാലും ഇത്തിരി ഒരു കോൺഫിഡൻസ് ഒക്കെ വന്നു, ഒന്നുകൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയേക്കാന്ന് ഓർത്തിട്ട് പിന്നെ ഒരു പ്രാവശ്യം കൂടെ അറ്റൻഡ് ചെയ്തു. സോ അപ്പം കിട്ടിയത് 555-6 ആണ്. അപ്പം എല്ലാം തീർന്നില്ലേ? ഇതിൽ നിന്ന് ഏത് റിസൾട്ടായിരിക്കും നമ്മൾ എടുക്കുന്നത്? ഇതിന് നമുക്ക് വലിയൊരു ഓപ്ഷനുണ്ട്. നമുക്കിഷ്ടമുള്ള റിസൾട്ട് നമുക്ക് എടുക്കാം എന്നുള്ള ഒരു ഓപ്ഷൻ. നമ്മൾ ഈ ടെസ്റ്റിൽ ഇഷ്ടമുള്ള ആ ഒരു ടെസ്റ്റ് ഏത് റിസൾട്ടാണോ നമുക്ക് വേണ്ടത്, ആ റിസൾട്ട് നമുക്ക് എടുക്കാൻ സാധിക്കും.
പിന്നെ ഇതുമായിട്ട് തന്നെ റിലേറ്റ് ചെയ്ത് പറയാവുന്ന ഒരു കാര്യമാണ് ടെസ്റ്റ് റിസൾട്ട് ഫോം. അതായത് ടെസ്റ്റ്, നമ്മൾ ടെസ്റ്റൊക്കെ എഴുതി നമ്മൾ ഭയങ്കര കോൺഫിഡൻ്റ് ഒക്കെ ആയിട്ട് ഇരിക്കുകയാണ്, നമുക്കിപ്പോൾ റിസൾട്ടൊക്കെ വരും, നമ്മൾ ഭയങ്കരമായിട്ട് മാർക്കൊക്കെ നല്ല സ്കോറൊക്കെ ചെയ്യും എന്നൊക്കെ നല്ല കോൺഫിഡൻസിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. ബട്ട് ഇത് എത്ര ദിവസം എടുക്കും ഇത് അറിയാനായിട്ട്? 1 month ആണോ? അല്ല കേട്ടോ, 13 days ആണ്. ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ട്, നിങ്ങൾക്ക് എക്സാം 2 ഒരു മീഡിയംസ് ഉണ്ട് അല്ലേ, കമ്പ്യൂട്ടർ ബേസ്ഡും ഉണ്ട്, അതുപോലെ തന്നെ പേപ്പർ ബേസ്ഡും ഉണ്ട്. പേപ്പർ ബേസ്ഡ് ആണെങ്കിൽ 13th day നിങ്ങളുടെ കയ്യിൽ ഈ ടെസ്റ്റ് റിസൾട്ട് ഫോം കിട്ടും. 13th ഡേയിൽ ഈവൻ നിങ്ങളൊരു കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം ആണ് എഴുതുന്നതെങ്കിൽ അവിടെ നിങ്ങൾക്ക് കിട്ടുന്നത് 3 to 5 daysനുള്ളിലായിരിക്കും നിങ്ങളുടെ ടെസ്റ്റ് റിസൾട്ട് ഫോം നിങ്ങൾക്ക് ഇമെയിൽ വഴിയായിട്ട് കിട്ടുന്നത്. സോ ഇനി മറ്റൊരു ഡൗട്ട് നമുക്ക് എപ്പോഴും ഉണ്ടാവാറുള്ളതാണ്, നമുക്ക് ഡ്രസ് കോഡ് ഉണ്ടോ? IELTSനൊരു ഡ്രസ് കോഡ് ഉണ്ടോ? നമ്മൾ 2 ടെസ്റ്റിലാണെങ്കിലും, നമ്മളിപ്പോൾ ലിസണിങ്, റൈറ്റിംഗ്, റീഡിങ് ടെസ്റ്റിലാണെങ്കിലും അതുപോലെ സ്പീക്കിങ്ങിന് ചെല്ലുമ്പോഴാണെങ്കിലും ഒരു ഡ്രസ് കോഡ് ഉണ്ടോ? നമുക്ക് ഉണ്ടായിരിക്കും അല്ലേ? എന്നാൽ ആൻസർ നോ എന്നാണ്. ബിക്കോസ് നമുക്കൊരു സ്ട്രിക്റ്റ് ഡ്രസ് കോഡൊന്നുമില്ല, ബട്ട് അപ്രോപ്രിയേറ്റ് ആയിട്ട് ചെല്ലുക എന്നുള്ളതാണ്. നമ്മൾ നീറ്റായിട്ട് നമ്മളൊരു ജോബ് ഇൻ്റർവ്യൂവിനൊക്കെ പോകുന്ന പോലെ അത്ര ഒരു ഇതായിട്ട് നമ്മൾ പോകുന്നതാണ് എപ്പോഴും നല്ലത്. ബിക്കോസ് ഇറ്റ്സ് എ വെരി സീരിയസ് ഇൻ്റർവ്യൂ. സോ ആ ഒരു സീരിയസ്നെസ്സോടെ നിങ്ങൾ ചെല്ലുന്നതായിരിക്കും എപ്പോഴും നല്ലത്. പിന്നെ മൊബൈൽ ഫോൺ എക്സാം ഹോളിൽ അലൗഡ് ആണോ? അല്ല കേട്ടോ, ഒരു ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സും കാൽക്കുലേറ്റർ അങ്ങനത്തെ ഒന്നും തന്നെ നമുക്ക് എക്സാം ഹോളിൽ അലൗഡ് അല്ല. പിന്നെ എന്തൊക്കെയായിരിക്കും അലൗഡ് ആയിട്ടുള്ളത്? ആകെ 4 items ആണ് നിങ്ങൾക്ക് എക്സാം ഹോളിലേക്ക് കയറ്റാൻ പറ്റുന്നത്. എന്തൊക്കെയാണെന്നറിയോ? ഒരു പെൻസിൽ, HP പെൻസിൽ, പെൻ, ഇറേസർ ആൻഡ് യുവർ ID. ഇതല്ലാതെ മറ്റൊന്നും തന്നെ കയറ്റാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾക്കൊരു ഡൗട്ട് തോന്നാം, വെള്ളം കൊണ്ടുപോകാൻ പറ്റുമോ? വാട്ടർ അലൗഡ് ആണോ? അല്ലേ, വാട്ടർ അലൗഡ് ആണ്, ബട്ട് അതൊരു ട്രാൻസ്പെറൻറ്റ് ബോട്ടിലാണെങ്കിൽ മാത്രം. സോ ഇത്രയാണ് നിങ്ങൾക്ക് ആകെ ഹോളിൽ കയറ്റാൻ പറ്റുന്ന സാധനങ്ങൾ. ഒന്നുകൂടെ ഞാൻ റിപ്പീറ്റ് ചെയ്യാം. HP പെൻസിൽ ഓർ എനി പെൻസിൽ, ദെൻ പെൻ, ഇറേസർ ആൻഡ് യുവർ ID. സോ ഇത്രയും കാര്യങ്ങൾ മാത്രമാണ് നിങ്ങൾക്ക് എക്സാം ഹോളിൽ കയറ്റാൻ പറ്റുന്നത്. ദെൻ നിങ്ങൾക്ക് ഓപ്ഷൻ ഉണ്ടോ, എനിക്ക് പെൻസിൽ ഓർ പെൻ വെച്ചിട്ട് ഏത് വെച്ചിട്ട് എഴുതാം എന്നുള്ളത് എനിക്ക് ഓപ്റ്റ് ചെയ്യാൻ പറ്റുമോ? ഇല്ല, പറ്റും. ഒരേ ഒരു ഏരിയയിൽ റൈറ്റിങ്ങിൽ യു ക്യാൻ ചൂസ് ആക്ച്വലി. പെൻ വേണോ പെൻസിൽ വേണോ നിങ്ങളുടെ ഇഷ്ടത്തിന് എടുക്കാം. ബട്ട് നമ്മളെപ്പോഴും പറയുന്നത് പെൻസിലാണ്. ബിക്കോസ് നമ്മളിങ്ങനെ എന്തെങ്കിലും മിസ്റ്റേക്ക് ഒക്കെ വരുത്തിയിട്ടുണ്ടെങ്കിലേ ജസ്റ്റ് ഒന്ന് സ്ട്രൈക്ക് ചെയ്തിട്ട് എഴുതാൻ നേരത്ത് ആ ഒരു പേപ്പറിൻ്റെ ഭംഗിയൊക്കെ അങ്ങ് പോകത്തില്ലേ? സോ നമ്മൾ ട്രെയിനേഴ്സ് എപ്പോഴും പറയുന്നത് പെൻസിൽ തന്നെ ഓപ്റ്റ് ചെയ്യാനായിട്ടാണ്. കാരണം നമുക്ക് ഇറേസ് ചെയ്തിട്ട് എഴുതാൻ പറ്റും. പക്ഷെ അവിടെ ഇറേസ് ചെയ്യുമ്പോൾ നിങ്ങളൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, ഇറേസ് ചെയ്യുന്നത് ഫുള്ളായിട്ട് പോകണം. അതിനകത്തിപ്പം ഒരു സ്കൈ ലെറ്റേഴ്സ് ഒക്കെ ആണെങ്കിൽ അതിൻ്റെ T ഒക്കെ ആണെങ്കിൽ നമ്മുടെ മുകളിലത്തെ ആ ഒരു ഇത് കിടന്നിട്ടുണ്ടെങ്കിൽ അടുത്ത വേർഡ് വരാൻ നേരത്ത് അതിൻ്റെ ഒരു മിസ്റ്റേക്ക് നമുക്ക് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആയിട്ട് കൗണ്ട് ചെയ്യും. സോ നന്നായിട്ട് റബ്ബ് ചെയ്തിട്ട് വേണം നിങ്ങൾ എഴുതാനായിട്ട്. അപ്പം ബാക്കി 2 പേപ്പേഴ്സ് ലിസണിങ് ആൻഡ് റീഡിങ്ങിൽ ഞാൻ പെന്നാണോ യൂസ് ചെയ്യേണ്ടത്? അല്ല, നിങ്ങൾക്ക് സ്ട്രിക്റ്റ് ആയിട്ട് അവിടെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു കാര്യം പെൻസിലാണ്. നിങ്ങൾക്ക് പെൻസിലല്ലാതെ മറ്റൊന്നും അവിടെ യൂസ് ചെയ്യാൻ പറ്റത്തില്ല. ദെൻ പല കുട്ടികളും അടുത്ത ഡൗട്ട് എന്ന് പറയുന്നത് എല്ലാവരും തന്നെ എന്നോട് ചോദിച്ചിട്ടുള്ള ഒരു കാര്യമാണ്, എല്ലാവരും ഫ്രീ ആയിട്ടൊക്കെ ഇരിക്കുന്നിട്ട് പറയാറുള്ളൊരു കാര്യമാണ്. എന്താണെന്ന് അറിയാമോ? ലിസണിങ്, റീഡിങ്, റൈറ്റിംഗ് നിങ്ങൾക്കറിയാം ഒരു ഡേ ആണ് അല്ലേ. സ്പീക്കിംഗ് മാത്രം മറ്റൊരു ദിവസമായിരിക്കും. 11 to 14 minutes സ്പീക്കിംഗ് നമുക്ക് വേറൊരു ദിവസമാണ്. ഈ ലിസണിങ്, റീഡിങ്, റൈറ്റിംഗ് ഈ ഡേയിൽ നമുക്ക് ബ്രേക്ക് ഉണ്ടോയെന്ന് ഓരോ എക്സാമും കഴിഞ്ഞിട്ട്, അതായത് ലിസണിങ് 40 minutes ആണ്, റൈറ്റിങ്ങും റീഡിങ്ങും 1 hour വെച്ചിട്ടാണ്. സോ ഇതിൻ്റെ എല്ലാം ഇടയിൽ ബ്രേക്ക് ഉണ്ടല്ലോ. സോ വി ക്യാൻ യൂസ് ദ വാഷ്റൂം എന്നുള്ളത്. ബട്ട് നമുക്കങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല. നോ ബ്രേക്ക് ആണ്. 2 hours 40 minutes ആ എക്സാമിന് വേണ്ടി തന്നെ ഇരിക്കുകയാണ്. ദർ ഇസ് നോ ബ്രേക്ക്. അപ്പം നിങ്ങൾക്ക് ഇഫ് യു വോണ്ട് ടു യൂസ് എ വാഷ്റൂം എന്ത് ചെയ്യും അല്ലേ? യു ക്യാൻ റേസ് യുവർ ഹാൻഡ് എന്നിട്ട് പോയിട്ട് വരാം. ബട്ട് അവിടെ ഒരു പ്രശ്നമുണ്ട്, നിങ്ങളുടെ അത്രയും ടൈം അവിടെ പോവാണ്. നിങ്ങൾക്കറിയാം IELTSൽ ഓരോ മിനിറ്റും കൗണ്ടഡ് ആണ്. സോ ഇറ്റ് ഈസ് നോട്ട് ആൻ ഓപ്ഷൻ. നിങ്ങൾ അതുകൊണ്ട് തന്നെ നന്നായിട്ട് പ്രിപ്പയർ ഒക്കെ ചെയ്ത് പോവുക. എക്സോസ്റ്റഡ് ആവരുത്. പലപ്പോഴും പല കുട്ടികൾക്കും പറ്റുന്നതാണ്. ആവശ്യത്തിന് വെള്ളവും അതിനൊപ്പം തന്നെ നല്ലതായിട്ട് ഉറങ്ങിയിട്ട് വേണം എക്സാമിന് നമ്മൾ പോകാനായിട്ട്. പിന്നെ ഒരു കാരണവശാലും ലേറ്റായിട്ട് ചെല്ലരുത് കേട്ടോ. തീർച്ചയായിട്ടും ഓൺ ടൈമിൽ തന്നെ നമ്മൾ അവിടെ എത്തണം. സോ ഇന്നത്തെ ടോപ്പിക് എൻ്റേത് ഓൾ യു നീഡ് ടു നോ അബൌട്ട് IELTS, അതായത് IELTSനെ കുറിച്ച് നിങ്ങൾ അറിയേണ്ടതെല്ലാം എന്നൊരു ടോപ്പിക്കാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത്. നിങ്ങൾക്കറിയാത്ത കുറേയേറെ ഇൻഫർമേഷൻ നിങ്ങളിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി നിങ്ങൾക്ക് ഇത് കൂടാതെ കുറേയേറെ ഡൗട്ട്സ് വേറെ ഉണ്ട്, നിങ്ങൾക്ക് ചിലതൊക്കെ അറിയാനുണ്ട് എന്ന് നിങ്ങൾക്ക് ശരിക്കും ആഗ്രഹമുണ്ട്, നിങ്ങളൊരു IELTS ആസ്പിറൻ്റ് ആണെങ്കിൽ തീർച്ചയായും കമൻറ്റ് ബോക്സിൽ എഴുതിക്കോളൂ. അതിനുള്ള റിപ്ലൈയുമായിട്ട് ഞാൻ മറ്റൊരു വീഡിയോയിൽ വരുന്നതാണ്. Until I see you with another video, it's bye from me, Sruthy.